ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഏകദേശം CPR ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ CPR ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയതോടെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി എടുക്കാം എന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ചെറിയൊരു ടാർഗറ്റാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂവിങ് ആവറേജിൻ്റെ ഇതുണ്ട്. അവിടെ നിന്നാണ് ഇന്നലെ നല്ല രീതിയിൽ തട്ടി റിവേഴ്സിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണേ എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അതൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് തട്ടിട്ട് വലിയ റിയാക്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എന്തായാലും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എൻട്രിയാണ് ഇപ്പോൾ നോക്കുന്നത്. ഏകദേശം ചെറിയൊരു പ്രോഫിറ്റിന് ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 10-20% 20% അല്ലെങ്കിൽ 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലോസ് വരികയാണെങ്കിൽ ഏകദേശം ആ റേഞ്ചിൽ വരും. ഒരു 1500 ആ റേഞ്ചിൽ നമുക്ക് ലോസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പോൾ എൻട്രി എടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് 45,800-ൻ്റെയാണ് പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ച് ഇടാം. നമുക്ക് എന്തായാലും അത് വാങ്ങിച്ച് ഇട്ട് നമുക്ക് മാർക്കറ്റ് ഇനി എങ്ങനെ പോവും എന്നുള്ളത് നോക്കാം. നല്ല പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൂവിങ് ആവറേജ് തട്ടിട്ട് റിവേഴ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. ഇനി അതല്ല നമ്മളെന്തെങ്കിലും എൻട്രി പോയിന്റിൽ തന്നെ നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഏകദേശം 30 പോയിൻറ്റ്സ് 40 പോയിൻറ്റ്സ് എല്ലാം മൂവ്മെൻറ്റ് നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവിടെ നിന്ന് നമുക്ക് നമ്മുടെ എൻട്രി പോയിന്റിൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതാണ്. അപ്പോൾ പിന്നെ ആ ഒരു നമുക്ക് ഞാൻ ആ ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ വന്നിട്ട് പിന്നെ ആ എൻട്രി പോയിൻ്റ് അവിടെ നിന്ന് പിന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വരും. പക്ഷേ അതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ട് വൃത്തിയായിട്ട് നല്ല എൻട്രിയിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇന്നും എൻട്രി എടുക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് തട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് തട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് ഒരു ക്ലോസിങ് ക്യാൻഡിൽ കിട്ടണം. അപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ട് നമ്മൾ ഇറങ്ങുക. അപ്പോൾ അതുപോലെ കിട്ടുകയാണെങ്കിൽ ഇറങ്ങുള്ളൂ. അല്ലാതെ ക്ലോസ് ചെയ്ത് പോയിട്ട് അവിടെ നിന്ന് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല. ഓക്കെ, എന്തായാലും ട്രേഡ് ചെറിയതല്ല, അത്യാവശ്യം ലോസിലാണ് പോകുന്നത്. അതായത് 40-50 പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ലോസിലാണ് നമുക്ക് ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഫുള്ളായിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം. ഹലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം എന്നുള്ള ബേസിലാണ് എൻ്റെ ഒരു വ്യൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് നമുക്ക് സൈഡ് വൈസ് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എൻട്രി പോയിൻ്റ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എൻട്രി പോയിൻ്റ് തന്നെയാണ് ഇറങ്ങിയത്. ഏകദേശം 200 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് എൻ്റെ അടുത്തുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഞാനത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ട്രേഡ് നമുക്ക് നോക്കാം. എനിക്ക് കിട്ടുക നല്ല രീതിയിൽ ഇവിടെ നിന്ന് റിവേഴ്സിൽ പോവുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇനി മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻ്റർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ് ഒഴിവാക്കാം. എന്തായാലും വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് വാച്ച് ചെയ്ത് നോക്കാം.